അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നുള്ള പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്നും കുക്ക് ചെയ്യുന്നത് എന്താ അതൊന്ന് വീഡിയോ എടുത്തിടണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കും പോലെ തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ചോപ്പറിലിട്ട് അടിച്ച് കേട്ടോ, ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ബീട്രൂട്ടും ചോപ്പറിലിട്ട് അടിച്ചത് തന്നെ കേട്ടോ. ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഉപ്പേരി റെഡിയായി. പിന്നെ പടവലും പരിപ്പും തക്കാളി പച്ചമുളക് മഞ്ഞൾ മുളക് ഒക്കെ ഒന്നിട്ട് വേവിച്ചെടുത്തിട്ട് കടുവും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് വറവ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. തേങ്ങ അരച്ചാൽ നമ്മളോട് ആരും കൂട്ടില്ല. പിന്നെ ആളില്ലല്ലോ, ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ. മോനുണ്ട് കേട്ടോ, മോന് കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട് ഇപ്പോൾ. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ ഇങ്ങനെ പൂതിയായപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി, പക്ഷേ കുടിച്ചില്ല കേട്ടോ, അതവിടെ മാറ്റി വെച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടൈം വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും കുടിക്കൂല, അത് ആസ്വദിച്ച് കുടിക്കുന്ന ഒരാളാണ്. ചായ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ ദോശക്കും. ഉച്ചത്തേക്ക് പിന്നെ മീനൊന്നുമില്ല, അപ്പോൾ തന്നെയാണുള്ളത്. അപ്പോൾ ദോശമാവ് നല്ലോണം പൊന്തി വന്നിക്കണം കേട്ടോ. ഉലുവ ഉഴുന്ന് അരി പച്ചരി ഇട്ടിട്ടാണ്. ചിലപ്പോഴൊക്കെ ഞാൻ പൊടിയിട്ട് ഉഴുന്ന് അരച്ചോക്കോളൂ, അരിപ്പൊടി ഇട്ടിട്ട്. അല്ലെങ്കിൽ അധികം പച്ചരി ഇട്ടിട്ട് തന്നെയാണ് ദോശ കരക്കൽ കേട്ടോ. അപ്പോൾ നല്ലോണം പൊന്തി വന്നിക്കണം. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. പാത്രം പിന്നെ നമുക്ക് എന്താ പറയുക, ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കലും അടുക്കളത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതാ കുറച്ച് നേരം എൻ്റെ ചാനൽ തന്നെ ഒന്ന് എടുത്ത് നോക്കും. എത്ര വ്യൂസ് അയക്കണേ, എത്ര വാച്ച് അവർ അയക്കണേ എന്നൊക്കെ നോക്കും. അത് ഡെയിലി നോക്കണമല്ലോ, എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ശേഷം പാത്രമൊക്കെ കഴുകി. കാക്ക പോയിട്ടാ, കാക്ക പോയി. മോന് എന്തൊക്കെയോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, വർക്കിലാണ്. അപ്പോൾ പിന്നെ പാത്രം കുറേ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ചെറിയ ബേസനാണെങ്കിൽ അത് നിറയും, വലിയ ബേസനാണെങ്കിൽ അത് നിറയും. അതാണ് കണക്ക്. ബേസനനുസരിച്ചിട്ടാണ് പാത്രം കഴുകാണ്ടാവുക കേട്ടോ. ആദ്യം നമ്മളോടൊരു കുഞ്ഞ് ബേസനായിരുന്നു, അപ്പോഴും അത് നിറയും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വലുതാക്കി കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നിറയുണ്ട്. അങ്ങനെ വർക്കത്ത് കൂടിയതാണ്. പാത്രം ഇഷ്ടം പോലെ കഴുകാനും തുണികൾ കഴുകാനും അതെങ്ങനെയാവണമെന്ന് എനിക്കറിയില്ല. പിന്നെ അടിക്കാനും തുടക്കാനൊന്നും അധികം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പരത്തിടാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഒരു പൊടി പോലും ഉണ്ടാവില്ല കേട്ടോ അടിച്ച് വരുമ്പോൾ. അങ്ങനെ നമ്മൾ ചെയ്തത് നീറ്റായിട്ട് കിടക്കും. പിന്നെ അപ്പോൾ അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ നല്ല നീറ്റായിട്ടാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴും ചെയ്യണ പോലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ചിരിക്കണ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. പിന്നെ മോനക്ക് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ് ബ്ലാക്ക് ടീ സ്റ്റൈലിൽ ചോദിക്കും. അപ്പോൾ എനിക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ എന്താ പറയുക, ഞാൻ കുടിക്കുന്ന ചായ ഉണ്ടാക്കിയിട്ട് ആ സിറ്റ് ഔട്ടിൽ ഒന്ന് കുറച്ച് നേരം ഇരിക്കണം. ഒരു 12 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നിട്ടാണ് പിന്നെ എന്താ പറയുക കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.